أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا وناديناه من جانب الطور الأيمن وقربناه نجيا ووهبنا له من رحمتنا أخاه هارون نبيا واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. സദഖല്ലാഹു അൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് മറിയമിലെ 51 മുതൽ 55 കൂടി 5 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖലസൻ വകാന റസൂലൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബി മൂസ, ഈ ഗ്രന്ഥത്തിൽ നീ മൂസായെ സംബന്ധിച്ചുള്ള വിവരം പറഞ്ഞു കൊടുക്കുക. നീ മൂസായെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഓർക്കുക. ഇന്നഹു കാന മുഖലസൻ, തീർച്ചയായും അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു, യാതൊരു കളങ്കവുമില്ലാത്തവനായിരുന്നു. വക്കാന റസൂലൻ നബിയ, അദ്ദേഹം ദൂതനായിരുന്നു, അതേപോലെ തന്നെ പ്രവാചകനുമായിരുന്നു. അദ്ദേഹം റസൂലുമായിരുന്നു, നബിയുമായിരുന്നു, റസൂലുമായിരുന്നു. വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു. മിൻ ജാനിബി തൂരിൽ ഐമനി, തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗത്തു നിന്ന്, തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗത്തു നിന്ന് നാം അദ്ദേഹത്തെ വിളിച്ചു. വഖറബ്നാഹു നജിയ, നാം അദ്ദേഹത്തോട് രഹസ്യമായ സംഭാഷണങ്ങൾ നടത്താൻ വേണ്ടി അടുപ്പിച്ച് നിർത്തുകയും ചെയ്തു. വഖറബ്നാഹു, നാം അദ്ദേഹത്തെ അടുപ്പിച്ച് നിർത്തി, സാമീപ്യം നൽകി. നജിയ, സ്വകാര്യം പറയാൻ വേണ്ടിയിട്ട്. വവഹബ്നാലഹു, നാം അദ്ദേഹത്തിന് നൽകി. മിർ റഹ്മത്തിന, നമ്മുടെ കാരുണ്യം അല്ലെങ്കിൽ നമ്മുടെ കാരുണ്യത്താൽ നാം അദ്ദേഹത്തിന് നൽകി. അഖാഹു ഹാറൂന, അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂനെ നബിയാക്കി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹാറൂനെയും നാം പ്രവാചകനായി കൊടുത്തു. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, നീ ഈ ഗ്രന്ഥത്തിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഓർക്കുക. ഈ ഗ്രന്ഥത്തിൽ നീ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഓർക്കുക, അല്ലെങ്കിൽ ഇസ്മായിലിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, തീർച്ചയായും അദ്ദേഹം വാഗ്ദാനങ്ങൾ പാലിക്കുന്നയാളായിരുന്നു, വാക്ക് കൊടുത്താൽ പാലിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. വക്കാന റസൂലൻ നബിയ, അദ്ദേഹം നബിയായിരുന്നു, റസൂലുമായിരുന്നു. അദ്ദേഹം ദൈവദൂതനായിരുന്നു, അതേപോലെ തന്നെ പ്രവാചകനും ആയിരുന്നു. വക്കാന യഅ്മുറു അഹ്ലഹു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. ബിസ്വലാത്തി വസക്കാത്തി, നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. വക്കാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹം തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ പ്രീതി ലഭിച്ച ആളായിരുന്നു. അദ്ദേഹം തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ പ്രീതി ലഭിച്ച ആളായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ വിഷയങ്ങൾ അദ്ദേഹം വീട്ടിൽ നിന്ന് അകന്ന് പോയതുവരെ പറഞ്ഞതിന് ശേഷം മറ്റൊരു മഹാനായ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞു കൊടുക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന മുഖലസൻ, അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം നബിയായിരുന്നു, റസൂലുമായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു ഇന്നഹു കാന മുഖലസൻ,
അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നർത്ഥം, അതല്ലെങ്കിൽ ആരാധനകളിൽ ഇഖ്ലാസ് കാണിച്ചയാൾ എന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കും. മറ്റൊന്ന് റസൂലൻ നബിയായ റസൂലാണ് അദ്ദേഹം. രണ്ടും രണ്ട് വിശേഷണങ്ങളാണ്. ഇവിടെ അത് രണ്ടും പ്രയോഗിച്ചിരിക്കുകയാണ്. എന്നാൽ എല്ലാ നബിയും റസൂലാണ്, എല്ലാ റസൂലും നബിയുമാണ് എന്നാണ് സാധാരണ ഈ വിമർശകരായ ആൾക്കാർ പറയാറുള്ളത്. പക്ഷേ എല്ലാ നബിയും റസൂലല്ല, എല്ലാ റസൂലും നബിയാണ്. ഇതാണ് നമുക്ക് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന വിശദീകരണം. അപ്പം മൂസ അലൈഹിസ്സലാം അദ്ദേഹം റസൂലുമായിരുന്നു, നബിയുമായിരുന്നു എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തെ തൂർ പർവ്വതത്തിൻ്റെ അടുത്തേക്ക് സ്വകാര്യം പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹവും ഭാര്യയും കൂടി നടന്നു വരുന്ന സമയത്ത് അവർക്ക് വഴിയിൽ വെളിച്ചം കിട്ടാതെ വരികയും തൂർ പർവ്വതത്തിന് മുകളിൽ ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കുകയും അങ്ങോട്ട് വിളിക്കുകയും യാ മൂസ ഇന്നി അന റബ്ബുക ഫഖ്ലഅൻ അലൈക, ഞാൻ നിൻ്റെ റബ്ബാണ്, നിൻ്റെ ചെരുപ്പഴിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് പറയുകയും ചെയ്തു. അവിടെ വെച്ച് അള്ളാഹു അദ്ദേഹവുമായിട്ട് കുറേ നേരം സംസാരിച്ചു. സ്വകാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു എന്ന് അള്ളാഹു പറയുന്നു. അതോടൊപ്പം വഹബ്നാ ലഹു മിർ റഹ്മത്തിന, നമ്മുടെ കാരുണ്യം കൊണ്ട് അഹാഹു ഹാറൂന നബിയ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെ നാം പ്രവാചകനായി കൊടുത്തു. മൂസ അലൈഹി സ്വലാം പറയുന്നുണ്ട്, അദ്ദേഹം എന്നെക്കാൾ അഫ്സഹാണ്, സംസാരിക്കാൻ കുറച്ചുകൂടും എന്നെക്കാൾ കഴിവുള്ളത് അവനാണ്. എനിക്ക് സംസാരിക്കാൻ കുറച്ചൊരു കൊഞ്ഞി ഉണ്ട്, അതുകൊണ്ട് സഹോദരനെ കൂടി നബിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വഹബ്നാ ലഹു മിർ റഹ്മത്തിന അഹാഹു ഹാറൂന നബിയ, നമ്മുടെ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂനെ കൂടി നബിയാക്കി കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അപേക്ഷയായിരുന്നു, അത് അള്ളാഹു നിറവേറ്റി കൊടുത്തു എന്നാണ്. മറ്റൊരു പ്രവാചകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം, ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദത്തം നിറവേറ്റുന്ന ആളായിരുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം റസൂലുമായിരുന്നു, നബിയുമായിരുന്നു, റസൂലുമായിരുന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഗുണം പറഞ്ഞത് അദ്ദേഹം ചെയ്ത വാഗ്ദാനം സത്യസന്ധമായി പാലിച്ചു എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള വാഗ്ദാനം അല്ലെങ്കിൽ മനുഷ്യരുമായി ചെയ്ത വാഗ്ദാനം അനുസരിക്കാൻ കൽപ്പിച്ച എല്ലാ കാര്യത്തിലും അദ്ദേഹം ലംഘനം നടത്താതെ ചെയ്തു എന്നുള്ളതാണ്. അള്ളാഹു ജനങ്ങളിലേക്ക് ദൂതനെ അയക്കുകയും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അവരോട് കൽപ്പിക്കുകയും ചെയ്യുന്നതിനാൽ അത് ചെയ്തു കൊള്ളാമെന്ന വാഗ്ദാനം അത് അദ്ദേഹം കൃത്യമായി നിറവേറ്റി എന്നുള്ളതാണ്. ഒരിക്കൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാം തൻ്റെ ഒരു സുഹൃത്തിനെ പ്രതീക്ഷിച്ച് ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുകയാണ്. വാക്ക് കൊടുത്തു, ഒരു വർഷക്കാലം അവിടെ തന്നെ നിൽക്കണമെന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുകയാണ്. ഒരു വർഷക്കാലം അവിടെ നിന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതായത് ഒരു സ്ഥലത്തുനിന്ന് അദ്ദേഹം മാറാതെ ആ സ്ഥലത്ത് തന്നെ സഹോദര സ്നേഹിതന് വേണ്ടി നിന്നു കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എന്ത് വാക്കാണോ അദ്ദേഹം കൊടുത്തത്, ആ വാക്ക് കൊടുത്തത് അപ്പടി പൂർത്തിയാക്കുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ. മറ്റൊന്ന് വക്കാന യൗമുർ അഹ്ലഹു ബിസ്സലാത്തി വസ്സക്കാത്ത്, അദ്ദേഹത്തിൻ്റെ മക്കളോട് കുടുംബത്തോട് അദ്ദേഹം നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. വക്കാന ഇൻദ റബ്ബിഹി മർദിയ, അള്ളാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ഒരു അടിമയാണ് അദ്ദേഹം എന്നർത്ഥം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിനോട് വാഗ്ദാനം ചെയ്യുകയും എന്നാൽ അദ്ദേഹം അത് മറന്നുപോയതിൻ്റെ പേരിൽ രാവിലെ മുതൽ അസ്തമയത്തിനോട് അടുത്ത സമയം വരെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ കഴിച്ചു കൂട്ടുകയും ചെയ്തു എന്നും ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒരാൾ വാഗ്ദാനം ചെയ്താൽ എത്ര നാൾ അദ്ദേഹത്തെ കാത്തു നിൽക്കണം എന്നതിനെ സംബന്ധിച്ച്
അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. രാത്രിയാണെങ്കിൽ രാത്രി മുഴുവൻ നിൽക്കണമെന്നും പകലാണെങ്കിൽ പകൽ മുഴുവൻ നിൽക്കണമെന്നും എന്നൊക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും അങ്ങനെ വാഗ്ദത്തം പാലിക്കുന്ന അവസ്ഥയായിരുന്നു സത്യവിശ്വാസികൾക്കുണ്ടായിരുന്നത്, ഉണ്ടാവേണ്ടിയിരുന്നത്. അള്ളാഹിൻ്റെ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. വാക്ക് പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിക്കുന്ന, എത്ര വേണമെങ്കിലും കാത്തു നിൽക്കാൻ സമയം കണ്ടെത്തുന്ന ആൾക്കാരായിരുന്നു അവരെന്നർത്ഥം. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.